നമസ്കാരം. 2014 ഇറാഖിൽ കുടുങ്ങിപ്പോയ നഴ്സുമാരുടെ കഥ പറയുന്ന ടേക്ക് ഓഫ് എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞിരിക്കുകയാണ്. കോട്ടയത്ത് ആനന്ദ തിയേറ്ററിൽ നടന്ന ഷോയ്ക്ക് ശേഷം സിനിമയുടെ അണിയർ പ്രവർത്തകരും നടനും നടിയും എല്ലാവരും മറുനാടൻ മലയാളിക്കൊപ്പം ചേരുകയാണ്. ആദ്യം ചിത്രത്തിൻ്റെ സംവിധായകനിലേക്ക് തന്നെ നമുക്ക് പോകാം. ആദ്യ ചിത്രമാണ്, പടം കഴിഞ്ഞിരിക്കുകയാണ്. വലിയൊരു ഹിറ്റിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷ ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഇറാഖിൽ പ്രത്യേകിച്ച് ഷൂട്ടിങ്ങിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാവും? എങ്ങനെയാണ് പങ്കുവെക്കുന്നത്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മലയാളത്തിൻ്റെ ബഡ്ജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്രൂവിനെ വെച്ച് നമ്മളിങ്ങനെ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് വലിയ ചാലഞ്ച്. ഞാൻ എൻ്റെ കൂടെ എല്ലാവരും നിന്നു. എൻ്റെ ക്യാമറാമാൻ സാനു വർഗീസ്, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ സന്തോഷ് രാമൻ, എൻ്റെ കോസ്റ്റ്യൂം ധന്യ, എൻ്റെ മേക്കപ്പ് രഞ്ജിത്ത്, എല്ലാവരും അതിൻ്റെ ആ പ്രതലം നന്നായി പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതായത് ഒരു ക്രൂവിൻ്റെ വർക്കാണ് അത്. എൻ്റെ മാത്രം ഒരു അച്ചീവ്മെൻ്റ് അല്ല, അതൊരു ക്രൂവിൻ്റെ അച്ചീവ്മെൻ്റാണ്. ഈ 2014 നടന്ന റെസ്ക്യൂ ഓപ്പറേഷൻ, അതിനെക്കുറിച്ച് വളരെയധികം പഠിച്ചിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ആ റെസ്ക്യൂവിനെ കുറിച്ചിട്ട് ഒത്തിരി കഥകൾ നമ്മൾ മീഡിയ വഴി കേട്ടിരുന്നു. പല തിയറീസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും സത്യസന്ധമാണെന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരു തിയറിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് ഫിക്ഷണലൈസ് ചെയ്തിട്ടുണ്ട്. നടന്ന സംഭവത്തിൽ നിന്നും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ലിബിയയിൽ നടന്നതും സുഡാനിൽ നടന്നതും ആയിട്ടുള്ള ചില ഇവൻറ്റുകൾ നമ്മൾ ഇതിനോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ഫിക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ ഫിക്ഷണലൈസ് ചെയ്തിട്ടുള്ള ഒരു വേർഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം കാരണം നടന്ന ഇൻസിഡൻറ്റുകൾ അതേപടി പകർത്തി കഴിഞ്ഞാൽ അതൊരു ഡോക്യുമെൻ്ററി മാത്രമാവും. പക്ഷേ ഫിക്ഷണലൈസ് ചെയ്യുമ്പോൾ ചില ലിബർട്ടികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പക്ഷേ വളരെ പോസിറ്റീവാണ്. കാരണം എൻ്റെ കൂടെ അതിൻ്റെ ഏറ്റവും അന്നത്തെ ടീമിൻ്റെ ലീഡർ മറീന ഉണ്ടായിരുന്നു. സോ മറീന വാസ് വെരി ഹാപ്പി ബിക്കോസ് മറീനയ്ക്ക് അത് അത്രയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി. അവരുടെ അനുഭവങ്ങൾ വീണ്ടും തിരിച്ച് കാണുന്നത് അവർക്ക് വളരെ എന്താ പറയുക, ഹൃദയത്തിൽ തൊട്ട് തന്നെയാണ് അവരെന്നോട് സംസാരിച്ചത്. ചിത്രത്തിലെ പ്രധാനപ്പെട്ട 2 ക്യാരക്ടർ എന്ന് പറയുന്നത് ഷഹീദും സമീറയുമാണ്. ഈ 2 കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന കുഞ്ചാക്കോ ബോബനും പാർവതി നായരുമാണ്. ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം ആ പടത്തിൻ്റെ കുറിച്ച്. ചക്കോച്ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ടായിരുന്നു പടത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു, പ്രത്യേകിച്ച് ഇറാഖിൽ ഇങ്ങനെ ഒരു ഷൂട്ട് നടക്കുക? ചിത്രത്തിന്റെ ഒരു 3/4 ഭാഗത്തോളം ഇറാഖിൽ തന്നെയായിരുന്നു ഷൂട്ട്. അല്ല, ഇറാഖിലല്ല. ഇറാഖെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ടീമിന്റെ വിജയമാണ്. കാരണം ഇറാഖിൽ നമ്മൾ ടേക്ക് ഓഫിൻ്റെ യൂണിറ്റിൽ ഒരു മനുഷ്യൻ പോലും പോയിട്ടില്ല, ക്യാമറയൊന്നും പോയിട്ടില്ല. പക്ഷെ അത് ഇറാഖായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ടീമിനും ടെക്നീഷ്യൻസിനും അവകാശപ്പെട്ട ഒരു വിജയമാണ്. പക്ഷേ ഓഫ് കോഴ്സ് അങ്ങനെ ഇറാഖിനെ ബേസ് ചെയ്ത് നമ്മളങ്ങനെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതിൻ്റെ ഒരു ഗ്രാൻഡറിലും വലിപ്പത്തിലും പെർഫെക്ഷനിലും നമ്മൾ മലയാളത്തിൻ്റെ ഒരു ബഡ്ജറ്റിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ തന്നെയായിരുന്നു. പക്ഷെ അത് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത് വിജയിപ്പിച്ചതാണ് ശരിക്കും ഈ സിനിമയുടെ മറ്റൊരു വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇറാഖിൽ പോയി വന്ന ഒരു ഫീലാണ് ശരിക്കും ഈ പടം കണ്ട് ഇറങ്ങിയവർക്കുള്ളത്. അത് ഈ മഹേഷ് നേരത്തെ പറഞ്ഞ പോലെ മെറീന എന്ന് പറയുന്ന റിയൽ നേഴ്സ്, ഇൻസിഡൻറ്റിലുണ്ട നേഴ്സ് നമ്മളിവിടെ സിനിമ കാണാനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് ഈ പറയുന്ന പോലെ അതിൽ യാതൊരു അപാകതയും തോന്നിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മഹേഷ് എന്ന സംവിധായകൻ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് അതിന് പിന്നിൽ നടത്തിയ ഒരു പ്രിപ്പറേഷൻ്റെ ഒരു വിജയം തന്നെയാണ്. പിന്നെ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് ക്രൂ ഉണ്ടായിരുന്നു. നല്ല വലിയ സിനിമകൾ ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ഒരു ഇൻപുട്ടും ഒരു സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഒരു ബഞ്ച് ഓഫ് ടാലൻറ്റഡ് ആർട്ടിസ്റ്റുകളെ കറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്തതിൻ്റെ ഒരു ക്രെഡിറ്റും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ബാനറും പ്രൊഡ്യൂസേഴ്സും നമുക്ക് ഒരു വലിയ ഹെൽപ്പ് തന്നെയായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ടേക്ക് ഓഫ് ശരിക്കും ഒരു ടേക്ക് ഓഫ് തന്നെയാണ് എന്ന് ആൾക്കാർ പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷം. നല്ലൊരു പടത്തിൻ്റെ ഭാഗമായതിൽ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ചിത്രത്തിലെ സമീറ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ചെയ്തിരിക്കുന്ന പാർവതി നായരാണ്. പാർവതി നായർ ചിത്രത്തിലൊരു അമ്മയുടെ വേഷവും നഴ്സിൻ്റെ വേഷവും എല്ലാം ഗംഭീരമായി ചെയ്തിരിക്കുന്നു. 2017 മികച്ച ഒരു അഭിനയം തന്നെയാണ് പാർവതി നായരിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയായിരുന്നു പടത്തിൻ്റെ ആ ഒരു വികാരം? ഞാനൊന്നും ചോദിക്കുന്നില്ല, പറഞ്ഞാൽ മതി. പാർവതി മഹേഷ് എന്നെ വിശ്വസിച്ചേൽപ്പിച്ച കഥാപാത്രമാണ് സമീരയുടെ ഒരു ബിഗിനിങ് ടേക്ക് ഓഫിലുള്ള ഇപ്പോൾ ഉള്ള ഈ പ്രമേയമായിരുന്നില്ല. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു തോട്ടിൽ നിന്ന് തുടങ്ങിയതായിരുന്നു. പക്ഷേ 2014 നടന്ന ഈ ഒരു ഇവൻറ്റുമായിട്ട് മഹേഷ് വളരെ ബ്രില്യൻ്റ് ആയിട്ട് അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. ആൻഡ് ലൈക്ക് മഹേഷ് സെഡ്, ഒരുപാട് ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരുപാട് പരിമിതികളുണ്ട് നമ്മുടെ ഒരു ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ. വി ഡോണ്ട് ഹാവ് ഒരു ബാഹുബലി ടൈപ്പ് ബഡ്ജറ്റ്. പക്ഷേ ആൻഡോ ചേട്ടനും പിന്നെ രാജേഷ് പിള്ള ഫിലിം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലും കൂടെ ചേർന്നിട്ടാണ് നമ്മളിത് ചെയ്തത്. ഷെബിൻ ചേട്ടനും കൂടെ വന്നിട്ട് ദേ റിയലി ഹെൽപ്ഡ് അസ്
ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് ഏറ്റവും ഇൻ്റർനാഷണൽ രീതിയിൽ തന്നെ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഐ മസ്റ്റ് സേ ഇന്ന് ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോപി സുന്ദറിൻ്റെ വർക്ക് ഇസ് ബ്രില്യൻറ്റ് ആൻഡ് ആസ് എൻ ആക്ടർ ദർ ആർ സെവറൽ പീപ്പിൾ യു ഡോണ്ട് സേ താങ്ക്സ് ടു. പലപ്പോഴും നമ്മുടെ ഡയറക്ടറിനോടും സ്ക്രീൻ പ്ലേ റൈറ്റർ അത് രണ്ടുപേരും ഒരാളാണ് ഇതിൽ, എഡിറ്ററും ഒരാളാണ്. അതും കൂടെ കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ബേസിക്കലി നമ്മുടെ ഫോക്കസ് പുല്ലർ ചേട്ടന്മാരും ആൻഡ് ഗോപി ചേട്ടനുമാണ്. ബിക്കോസ് ആസ് എൻ ആക്ടർ വി ഡിപ്പെൻഡ് ഓൺ ഓൾ ഓഫ് ദീസ് പീപ്പിൾ. ഇവരെല്ലാവരും ഉണ്ടെങ്കിലേ നമ്മുടെ പെർഫോമൻസ് ബെസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ വെരി ഹാപ്പി. ചിത്രത്തിലെ ഒരു അമ്മയുടെ കഥാപാത്രം അത് വളരെ തന്മയത്വത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സീനുകളും അതിൻ്റെ അകത്ത് ഓരോ ഡയലോഗ്സ് എല്ലാം ചിത്രം കണ്ടതിന് ശേഷം ഞാനടക്കം ശരിക്കും ത്രില്ലടിച്ചിരിക്കുകയാണ്. ഗംഭീരമായിട്ടുണ്ട്. അത് അതെങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? അത് മഹേഷുമായിട്ടുള്ള ഓരോ ദിവസത്തെയും അടിയും വഴക്കിൻ്റെയും ഒരു റിസൾട്ടാണ്. എല്ലാ ദിവസവും എങ്ങനെ ഡയലോഗ് പറയണം, എവിടെയൊക്കെ മമത വേണം, എവിടെയൊക്കെ കുറയ്ക്കണം എന്നുള്ളതാണ്. അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട, കുറച്ചാൽ മതി എന്ന് മഹേഷ് പറയുന്നതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. സോ ബേസിക്കലി ഐ ജസ്റ്റ് ഹാഡ് ടു ഫോളോ ദ സ്ക്രിപ്റ്റ് ആൻഡ് മഹേഷ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. തീർച്ചയായും ചിത്രത്തിലെ വലിയൊരു മുതൽ മുടക്കിൽ തന്നെയാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. 10 കോടിയോളം രൂപയാണ് ചിത്രത്തിനുടെ മുതൽ മുടക്ക് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 100 കോടി ക്ലബിലേക്ക് മലയാളത്തിൽ നിന്ന് കയറുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും ഇത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് ആൻഡ്രി ജോസഫ് ഹിയറിയാണ്. എങ്ങനെയായിരുന്നു ഇത്രയൊരു വലിയൊരു പടം വലിയ മുതൽ മുടക്കിൽ തന്നെ ചെയ്യാനുള്ള ഒരു? ഇത് തീർച്ചയായും ഞങ്ങളുടെ ലാൽമ സുഹൃത്ത് രാജേഷ് പിള്ളയുടെ ഓർമ്മ നിലനിർത്തുക. ആ രാജേഷ് പിള്ള പ്രൊഡക്ഷൻസിൻ്റെ കൂടെ ഞങ്ങളൊരു ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും എൻ്റെ സുഹൃത്ത് ഷെബിൻ ബക്കറും കൂടിയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു തീം കേട്ടപ്പോൾ തന്നെ ഇത് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിൽ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു സിനിമയ്ക്ക് വേണ്ടുന്ന എന്ത് കാര്യങ്ങളും ഒരു എൻ്റെ പ്രൊഡക്ഷനിലായാലും മറ്റ് വിഷ്വൽ സൈഡിലായാലും എല്ലാം സാമ്പത്തികം മുടക്കി. കാരണം അങ്ങനെ എടുത്താലേ ഈ പടം നിൽക്കത്തുള്ളൂ. ഇതൊരു ലോ ബഡ്ജറ്റിലെടുത്ത് ഈ സിനിമ ഒരിക്കലും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. പൂർണ്ണമായും ഞാൻ ഇതിൻ്റെ ക്രെഡിറ്റ് ഇതിൻ്റെ സംവിധായകൻ മഹേഷ് തന്നെ കൊടുക്കണം. കാരണം എല്ലാവരും പറഞ്ഞു ചാക്കോച്ചൻ ഞെട്ടിച്ചു, പാർവതി ഞെട്ടിച്ചു, ഭഗത് ഞെട്ടിച്ചു എന്നൊക്കെ പറയും. അവരൊക്കെ ഒരുപാട് ഞെട്ടിച്ചിട്ടുണ്ട്. ആ ഞെട്ടൽ കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. ഇതിൽ പൂർണ്ണമായി ഇത് ഒരു മഹേഷ് നാരായണൻ ചിത്രമാണ്. അതിൽ ഒപ്പം അതിൻ്റെ ക്യാമറമാൻ സാനു, ബാക്കി ക്രൂ, ആർട്ട് ഡയറക്ടർ എല്ലാവരും ഭാഗമായി. തീർച്ചയായും ഈ ഒരു വിജയം വളരെ ഞങ്ങൾക്കെല്ലാം സന്തോഷകരമാണ്. കാരണം ഇങ്ങനെ ഒരു വലിയ എഫേർട്ട് എടുത്തിട്ട് ഒരു സക്സസ് ആവാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട്. വളരെയേറെ സന്തോഷം. തീർച്ചയായും ഈ പടത്തിന്റെ അണിയര പ്രവർത്തകരെ പരിചയപ്പെടുമ്പോൾ ആർട്ട് ഡയറക്ടറെ പരിചയപ്പെടാത്തതുകൊണ്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പടത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു യുദ്ധത്തിന്റെ ഭീതിയുള്ള രംഗമൊക്കെ ചിത്രീകരിക്കാൻ കഴിഞ്ഞത് ഇവരുടെ ഒരു ശ്രമഫലമായിട്ട് തന്നെയാണ്. എങ്ങനെയാണ്? വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. ശ്രമകരമെന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റ് എനിക്ക് ഇത് ആദ്യം നന്ദി പറയേണ്ടത് ഈ പ്രോജക്റ്റിൽ എനിക്ക് ഭാഗമാക്കാൻ സാധിച്ചതാണ്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് നമുക്ക് ഒരിക്കലും ഇറാഖിലോ ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിലോ പോയി ഷൂട്ട് ചെയ്യാൻ നമുക്ക് സ്വന്തം സാധ്യതയില്ല. അതിന് ഷൂട്ടിങ്ങിൻ്റേതായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കണ്ടെത്തിയിട്ടിരിക്കണം. അപ്പോൾ അതിന് അവിടെയുള്ള സ്പേസും എങ്ങനെയായിരുന്നു ഇറാഖിലെ ഹോസ്പിറ്റൽ രീതികളും അതിൻ്റെ ഭാഗങ്ങളും പിന്നെ അന്ന് നടന്ന ഈ അറ്റാക്കിൻ്റെ കാര്യങ്ങളും എല്ലാം വളരെ വളരെ കൃത്യമായിട്ട് മഹേഷുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം കിട്ടുന്നത് മഹേഷ് ശരിക്കും പറഞ്ഞാൽ മഹേഷ് ഡയറക്ടർ എന്നുള്ള ഉപരി ഒരു എഡിറ്റർ എന്നുള്ളൊരു സാധ്യത ഭീകരമായിട്ട് നമുക്ക് ഗുണം ചെയ്തു. അത് എനിക്ക് നന്നായിട്ട് ഉപകാരപ്രദമായി. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇറാഖിൽ വെച്ച് ഷൂട്ട് ചെയ്തു എന്ന് തോന്നുന്ന രീതിയിലാക്കാൻ പറ്റി. അത് സത്യത്തിൽ ഷൂട്ട് കേരളത്തിലും ഹൈദരാബാദും പിന്നെ റാസൽ ഗെയിമിയും വേറെ എവിടെയും പോയിട്ടില്ല എന്ന് നിങ്ങളെ തോന്നിപ്പിച്ച വ്യക്തിയുള്ള ഒരു പ്രധാന വ്യക്തിയാണ്. പിന്നെ ഇതിന് എൻ്റെ കൂടെ നിന്ന് പ്രൊഡക്ഷൻ ആൻഡ്രി ജോസഫിനും നിന്ന് അലക്സ് സത്യമായും ഞെട്ടിച്ചു കൊടുത്ത ആർട്ട് ഡയറക്ടർ തന്നെ ബഡ്ജറ്റ് കാണിച്ചൊന്ന് ഞെട്ടിച്ചായിരുന്നു. എന്തായാലും ഈ ചിത്രത്തിൻ്റെ ഭാഗമായി സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇതൊരു വിജയമാകട്ടെ, വലിയൊരു വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവർക്ക് പുറമെ തന്നെ ചിത്രത്തിലെ ഫഹദ് ഫാസിൽ, ആസിഫ് അലി തുടങ്ങിയ നായകന്മാരെല്ലാവരും എത്തുന്നുണ്ട്. അത്തരം വലിയൊരു ഹിറ്റ് ചിത്രത്തിലേക്ക് തന്നെയാണ് ഈ ചിത്രം പോകുന്നതെന്നാണ് ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ചിത്ര ടേക്ക് ഓഫിൻ്റെ ടീമിന് മറുനാടൻ മലയാളിയുടെ ആശംസകൾ നേരുകയാണ്.